എല്ലാവർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ ഇന്ന് ഒരു അടിപൊളി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഗ്രാമമായതുകൊണ്ട് എപ്പോഴും ഇത് കിട്ടും. ഇത് ഇടക്കിടക്ക് കറി വെക്കാറുള്ളതാണ്. അപ്പോൾ കറിയല്ല, തോരൻ വെക്കാറുള്ളതാണ്. അപ്പോൾ എന്ത് സാധനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വാഴക്കൂമ്പ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഒരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്, നാടനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ആദ്യത്തെ 2-3 തൊലി അങ്ങോട്ട് കളഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. ഉടുപ്പിൽ കറയൊക്കെ ആവും, അതുകൊണ്ട് മേത്ത് മുട്ടിക്കാണ്ട് വേണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കറയായാൽ പോവില്ല. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനകത്ത് 2-3 തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് കഴുകി കൊത്തി അരിഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടോ, ഞാൻ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊത്തി വെക്കാം. കുറച്ചു നേരം വെക്കാം. അതിനുശേഷം നമുക്ക് തോരൻ വെക്കാം. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി ഒന്ന് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ടൊന്ന് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ ഇടുന്നില്ല. അപ്പൊ ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഇടുന്നത് തേങ്ങയല്ല കേട്ടാ, പകരം ഞാൻ ഇച്ചിരി ചെമ്മീനാണ് ഇടുന്നത്. അപ്പോൾ ചെമ്മീൻ ഇട്ടിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് തോരൻ. അപ്പോൾ തേങ്ങ ഇടുന്നില്ല, എനിക്ക് തേങ്ങ ഇട്ട ഇഷ്ടമല്ല. എല്ലാവരും തേങ്ങ ഇട്ടിട്ടാണ് തോരൻ വെക്കാറ്, ചെറുപയറിട്ട് വെക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ചെമ്മീൻ ഇട്ടൊരു വെറൈറ്റിക്ക് ചെമ്മീൻ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെക്കാം. എന്നിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ വെയിലടിച്ചിട്ടാണ് അങ്ങനെ ഒരു പാട് വന്നിരിക്കുന്നത്. കണ്ടോ, വെയിലടിച്ചിട്ട് ആ പാട് വന്നിരിക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് പൊട്ടിച്ചു കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഇടുന്നവരുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. ആവശ്യമുള്ളവർക്ക് അതൊക്കെ ഇടാം. പച്ചമുളകിന്റെ എണ്ണം കൂട്ടാൻ കുറക്കാം. ഞാൻ ഇപ്പൊ എരിവ് പിള്ളേർക്ക് കൊടുക്കാവുന്നതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. മുളക് പൊടി ഒന്നും വേറെ ചേർക്കുന്നില്ല. സിമ്പിൾ നാടൻ കറിയല്ലേ, അപ്പൊ സിമ്പിൾ ആയിട്ട് മതി. ഓവറായിട്ട് മുളകൊക്കെ ചേർത്ത് വെറുതെ എരിവൊക്കെ കൂട്ടിയിടേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു പിടി ചെമ്മീൻ, കുറച്ചുള്ള ചെമ്മീൻ, അതിട്ട് കൊടുക്കാം. ചെമ്മീനോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് എടുക്കാട്ടോ. ഞാൻ ഇപ്പൊ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ഇട്ടാൽ മതി, തേങ്ങ ഇടണവർക്ക്. അപ്പൊ ഞാൻ ചെമ്മീനാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പില്ലേ, അത് നമുക്ക് ഇടേണ്ട രീതി എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് വാരിയെടുത്ത് ഇടരുത്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പിഴിഞ്ഞ് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി. കാരണം അതിലെ കറയുമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതേത് കണ്ടോ, ഇങ്ങനെ പിഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കറയൊക്കെ പോവും. അതിൻ്റെ പിഴിഞ്ഞ് വേണം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് പിഴിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് കണ്ടോ, അവസാനം ഇങ്ങനെ കറവെള്ളം ഇങ്ങനെ ഉണ്ടാവും. അതങ്ങനെ അതിലോട്ട് ഒഴിക്കാനൊന്നും നിൽക്കരുത്, കളയണം. മൊത്തം ഞാൻ ഇതുപോലെ പിഴിഞ്ഞ് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പോരാങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് തോരനൊന്ന് റെഡിയാക്കി എടുക്കാം. ഇടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇപ്പൊ കുറച്ചു നേരമായി. ഇപ്പൊ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെമ്മീൻ ഇട്ടപ്പോൾ ഒന്നും പറയേ വേണ്ട. നല്ല അടിപൊളി നാടൻ കറി. എപ്പോഴും ഈ ഇറച്ചി മീനൊക്കെ തിന്ന് മടുത്തവർക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് വാഴക്കൂമ്പൊക്കെ കഴിക്കാം, നല്ലതാ. ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ കഴിച്ചു നോക്കണം. ഇങ്ങനെ ചെമ്മീനൊക്കെ ഇട്ട് തേങ്ങ അതിന് ഇടണമെന്നില്ല. ഈ ചെമ്മീനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഇച്ചിരി മാറ്റി വെച്ചാൽ ഇതുപോലെ നല്ല തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വളരെ പ്രത്യേക ടേസ്റ്റാണ്. ചോറിൻ്റെ ഒക്കെ ഇപ്പോൾ അസലാണ്. ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്.
വാഴക്കൂമ്പ് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇതിനേക്കാളും വ്യത്യസ്തമായി ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്